പറയുന്നത്. അപ്പേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരല്ലേ ഞാൻ വിവാഹം ചെയ്തത്. വിവാഹശേഷം എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ അപ്പേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയതിൽ എനിക്കൊരു ദുഃഖവുമില്ല. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഞങ്ങളോടൊന്നും പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമാണോ മോളെ? എനിക്ക് തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് നിന്റെ കള്ള തലവേദനയാണെന്ന് എനിക്കറിയാം. നിന്നെ പോലൊരു പെണ്ണല്ലേ ഞാനും. നിനക്ക് പുറത്തു പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിന്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വേണ്ടി തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന എന്തിനാ? കാര്യം എന്താണെന്ന് തുറന്നു പറയാൻ നിനക്ക് എന്താ ഇത്ര പ്രയാസം? പുറത്തു പറഞ്ഞ കുഴപ്പമാവുന്ന എന്തെങ്കിലും കാര്യമാണോ ആർച്ചേ? ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോകാമോ? എനിക്ക് നല്ല തലവേദനയാണെന്ന് പറഞ്ഞില്ലേ? അല്പം വിശ്രമിക്കണം പ്ലീസ്. നമ്മളൊരു കാര്യം ചോദിച്ചപ്പോൾ അവളുടെ മട്ടും ഭാവം മാറി കണ്ടില്ലേ? എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് അവള് തെറ്റിദ്ധരിച്ചു കാണൂ. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് താഴുണ്ടായിരുന്നു. കുഴപ്പമില്ല മോളെ, ചില താഴ്ചകൾ ഉയർച്ചയിലേക്കുള്ള പടവ. എന്തായാലും മണിമംഗലത്തെന്തോ തക്കതായൊരു സംഭവം നടന്നിട്ടുണ്ട്. അതെനിക്കും തോന്നി. അതെന്താണെന്ന് ചൂണ്ടയിട്ട് പിടിച്ചാ കിട്ടുന്നില്ലെങ്കിലേ വലയിട്ട് തന്നെ നോക്കണം. എന്തായാലും അതറിയണം മൃദുലേ. അതറിയാതെ എനിക്കിനി ഉറക്കം വരത്തില്ല. അതറിയാതെ എനിക്ക് ഒരാഴ്ച ഉറക്കം വരത്തില്ല. അതറിഞ്ഞേ പറ്റൂ. എന്നാലും ആർച്ചേ, എന്താ ആർച്ചേ പ്രശ്നം? എന്നോട് പോലും പറയാൻ പാടില്ലാത്തതാണോ? ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എന്നോടൊപ്പം ഉള്ള ജീവിതമാണ് നിന്റെ ദുഃഖമെന്നാ. അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? എന്നോട് പറ ആർച്ചേ. ആർച്ചേ, എന്തിനാ കരയുന്നേ? കരയാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലാതെ എന്തിനാ കരയുന്നേ? എന്റെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ ആലോചിച്ച് കരഞ്ഞു പോയതാ. നിന്റെ വീട്ടിലിപ്പോ എന്താ പ്രശ്നം? ഒരുപാട് പ്രതീക്ഷയോടെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ ആർക്കും ജീവിതത്തിൽ എങ്ങും എത്താനായില്ല. ഒരാളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ കഷ്ടപ്പെടുന്നു. ആർക്കും ഒരു മനസ്സുഖവുമില്ല. കാർത്തികേച്ചിയുടെ ഒത്തൊരു ജീവിത സ്വപ്നം കണ്ട മാധവേട്ടനെ കിട്ടിയത്. അരുന്ധതിയിലൂടെ ഒരു ദുരന്തം. മുകുന്ദനുണ്ണിയെ പോലെ ഒരാളിനെ സ്നേഹിച്ച മേനകയ്ക്ക് കിട്ടിയത്. അതിലും വലിയ ദുഃഖം. എല്ലാം കണ്ടും കേട്ടും ഒരുങ്ങി തീരുകയാണ് അഭിചേച്ചിയുടെ ജീവിതം. അമ്മയാണെങ്കിൽ ഒന്നും താങ്ങാനാവാതെ വീണു പോയിരിക്കുന്നു. ദൈവം കൈയൊഴിഞ്ഞ ജന്മങ്ങളാണല്ലോ ഞങ്ങൾ. അതിനിടയില് നീ ഒരെണ്ണം വിട്ടുകളഞ്ഞില്ലേ? നല്ല കഴിവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച നിനക്ക് കിട്ടിയതെന്താ? ഈ ജീവിതം മറ്റൊരു ദുരന്തമല്ലേ? ശരിക്കും നിന്റെ ജീവിതമല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി പാഴായി പോയത്? അതിലെനിക്ക് ദുഃഖമില്ല അപ്പേട്ട. എന്റെ ദുഃഖമല്ല, എന്റെ വീട്ടുകാരുടെ ദുഃഖമാണ് സഹിക്കാൻ കഴിയാത്തത്. ദൈവങ്ങൾ
മണിമംഗലത്തുകാരെ പരീക്ഷിക്കുക. എത്ര പരീക്ഷിച്ചിട്ടും ദൈവങ്ങൾക്ക് മതിയാവുന്നില്ല. അതാണ് എന്റെ ദുഃഖം. അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, നമുക്കൊരു ദുഃഖം വന്ന അതിന് മറ്റുള്ളവരെ പഴിക്കരുതെന്ന്. സ്വന്തം വാക്കും പ്രവൃത്തിയുമാണ് നമുക്ക് ദുഃഖം തരുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ട്, ആ അച്ഛന്റെ മക്കൾ അതെല്ലാം കേട്ട് വളർന്നിട്ടും എവിടെയാണ് പിടിച്ചതെന്ന്. പോട്ടെ, സാരമില്ല. ഇതുവരെയുള്ളതെല്ലാം വിദ്യ എന്ന് കരുതിയാ മതി. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമല്ലോ. ശരിയാണ് അപ്പേട്ട, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. പക്ഷെ ചിലരുടെ ചില പ്രശ്നങ്ങൾ ആർക്കും ഒരിക്കലും പരിഹരിക്കാനാവില്ല. ആ ചിലരാണ് മണിമംഗലത്തെ ചന്ദ്രന്റെ മക്കൾ. മണിമംഗലത്തെ ചന്ദ്രന്റെ മക്കൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്നല്ലേ അവള് പറഞ്ഞത്? അതെ, ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്നല്ലേ പറഞ്ഞത്? അതെന്ത് പ്രശ്നങ്ങളാ? എന്തോ രൂക്ഷമായ സംഗതിയാ അവളുടെ മനസ്സിലുള്ളത്. അരുന്ധതിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണെന്നാ എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ ശരിയാകും? അരുന്ധതിയുടെ മരണം കൊണ്ട് മണിമംഗലത്തുകാർക്ക് രക്ഷ കിട്ടിയിരിക്കല്ലേ ഇപ്പോ? അരുന്ധതിയുമായി ഉണ്ടായിരുന്ന ബാധ്യതയിൽ നിന്ന് അവര് രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ വരുമ്പോഴാ എന്റെ സംശയം ഇരട്ടിക്കുന്നത്. അരുന്ധതി തട്ടിപ്പോയ മണിമംഗലത്തെ ബാധ്യത ഒഴിവായി പോകുമെങ്കിൽ അരുന്ധതിയെ കൊന്നത് മണിമംഗലത്തുകാരായിക്കൂടെ? നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? പിന്നെ എങ്ങനെയാ അപ്പുവിന്റെ ഏലസ് അരുന്ധതിയുടെ ഡെഡ് ബോഡിക്കടുത്ത് വന്നത്? മണിമംഗലത്തുകാര് അപ്പുവേട്ടനെ മുമ്പിൽ നിർത്തി കളിച്ചതാണെങ്കിലോ? അതെങ്ങനെ? അപ്പുവേട്ടനെ സംശയിക്കത്തക്ക വിധം സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം അരുന്ധതിയെ മാധവൻ തട്ടിയതായിക്കൂടെ? എന്തോ എനിക്കത് അത്ര ദഹിക്കുന്നില്ല. മാധവൻ അതിനുള്ള ചങ്കൂറ്റൊന്നും ഇല്ലെന്നേ. അരുന്ധതിയുമായി ബന്ധപ്പെട്ടാണോന്ന് അറിയില്ല. എന്തോ ഒരു ഉഗ്രം പ്രശ്നം മണിമംഗലത്തുണ്ട്, അതുറപ്പാ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണം ചേച്ചി. കണ്ടുപിടിച്ച നമുക്ക് ആർച്ചയ്ക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആയുധമായിരിക്കും ഇത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് തനിക്ക് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമായില്ലേ? ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയത് ഈ കേസിൽ ഒരു പ്രധാന വഴിത്തിരിവായിട്ടുണ്ട് സാർ. എന്താണ് ആ ടേണിംഗ് പോയിന്റ്? പുതിയ സസ്പെക്ട്സ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രെയിമിൽ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ആരാണ് അയാൾ? ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? അതെ സാർ. അരുന്ധതിയുടെ ശരീരത്തിൽ ഒരു സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ് കാണപ്പെട്ടിട്ടുണ്ട്. ആ വിരലടയാളം ഏത് സ്ത്രീയുടേതാണെന്ന് തെളിഞ്ഞാൽ അരുന്ധതി കൊലക്കേസിന്റെ അന്വേഷണം ഫൈനൽ റൗണ്ടിലേക്ക് കിടക്കും. സ്ത്രീ എന്ന് പറയുമ്പോ അരുന്ധതി കൂടാതെ ആ വീട്ടിൽ മറ്റൊരു സ്ത്രീ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ സാർ, അശ്വതി. ആ സ്ത്രീ അശ്വതിയുടെ സഹോദരിയാണ്. പിന്നെയുള്ളത് അശ്വതിയുടെ ഭർത്താവായ അശോകൻ. പക്ഷെ അത് അശ്വതിയുടെ ഫിംഗർ പ്രിന്റ് ആവാൻ സാധ്യതയില്ല സാർ. വൈ? എന്താ കാരണം? ആ സംഭവം നടക്കുന്ന ദിവസം അശ്വതി തീർത്ഥാടന യാത്രയിലായിരുന്നതായി മൊഴിയുണ്ട്. ഭർത്താവ് അശോകൻ ഒരു സുഹൃത്തിന്റെ ഫ്ളാറ്റിലും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ത്രീ അരുന്ധതിയെ വകവരുത്താൻ പുറത്തുനിന്ന് വന്നതായിക്കൂടെ? ഷുവർ സാർ. അങ്ങനെ സംഭവിക്കാനാണ് 100% സാധ്യത. അതായത് സാറ് അരുന്ധതിയുമായി കശപിശയുണ്ടായി ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരു സ്ത്രീ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകിൽ സാർ ആ വീട്ടിലുള്ളപ്പോൾ തന്നെ ആ സ്ത്രീ ആ വീട്ടിലോ പരിസരത്തോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാർ പോയ ശേഷം ആ സ്ത്രീ ആ വീട്ടിലേക്ക് വന്നു. ആദ്യം പറഞ്ഞതിനാണ് മുൻഗണന. കാരണം സാർ അവിടെ നിന്ന് പോയി ഏതാനും മിനിറ്റുകൾക്കകം ആ കൊല നടന്നിരിക്കുന്നു. അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ പ്രകാരം തന്നെയാണ് കൊല നടന്നിരിക്കുന്നത്. യു ആർ റൈറ്റ്.
പുറത്തുനിന്ന് വന്ന ആ സ്ത്രീയാണ് റിയൽ മർഡറർ. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതാരായിരിക്കും? ഫിറോസ് ആരെയാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല സർ. എന്നാലും എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ മാറിയാലേ ശരിയായ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. എന്താണ് സംശയം? ചില കേസുകളിൽ സാഹചര്യ തെളിവുകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഈ കേസിലുമുണ്ട്. എന്ത് സാഹചര്യം? അരുന്ധതി മരിച്ചാൽ ലാഭം ആർക്കാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ സാർ. ആ ലാഭം മണിമംഗലത്തുകാർക്കാണ്. അപ്പോൾ ഈ കേസിൽ മണിമംഗലത്തുകാർക്ക് പങ്കുണ്ടെന്നാണോ ഫിറോസ് പറയുന്നത്? എന്ന് പൂർണ്ണമായി പറയാനാവില്ല, എന്നാൽ പൂർണ്ണമായി തള്ളിക്കളയാനും ആവില്ല. അരുന്ധതി മരിച്ചില്ലായിരുന്നെങ്കിൽ മണിമംഗലം വീട് ഇന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമായിരുന്നു. അതിന് അരുന്ധതി അവർക്ക് നൽകിയ 24 മണിക്കൂർ അന്ത്യശാസന സമയത്തിനുള്ളിലാണ് അരുന്ധതി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ് സാർ. അത് ഫിറോസിന്റെ തെറ്റായ ധാരണയാണ്. മണിമംഗലത്തുകാരെ എനിക്കറിയാം. ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഒരു തെറ്റ് അവരാരും ചെയ്യില്ല. അതിനുള്ള മനസ്സ് ആ വീട്ടിൽ ആർക്കുമില്ല. സാർ പറയുന്നത് സാറിന്റെ വിശ്വാസം. ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഈ മർഡർ കേസിന്റെ ഫ്രെയിമിൽ മറഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന മുഖങ്ങളെയാണ്. അക്കൂട്ടത്തിൽ അഡ്വക്കേറ്റ് മാധവനെയും സംശയിക്കാം. മാധവൻ ഒരു പുരുഷനല്ലേ? നിങ്ങൾക്ക് കിട്ടിയത് സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ്സ് അല്ലേ? പിന്നെ അയാളെ സംശയിക്കുന്നതിൽ എന്താർത്ഥമുള്ളത്? മറ്റൊരു വിവരം കൂടി ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സർ. എന്ത് വിവരം? സംശയം തോന്നിയ അഡ്വക്കേറ്റ് മാധവനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അയാൾ അരുന്ധതിയുടെ മരണവാർത്ത അറിയുന്നത് അനുജത്തിയായ മേനകയിൽ നിന്നാണ്. മേനക ആ വിവരം അറിയുന്നത് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി വരുന്ന വഴിയിലാണ്. ഇതിലെന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട് സാർ. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ മേനകയിലേക്കാണ് എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മേനകയ്ക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഞാൻ എൻ്റെ സംശയം വെറുതെ പറഞ്ഞതേ ഉള്ളൂ സാർ. ഞാൻ മാർക്ക് ചെയ്തവരെയെല്ലാം ആ ഫിംഗർ പ്രിന്റുമായി ഒത്തുനോക്കും. ഫോറൻസിക് റിപ്പോർട്ട് സത്യമാണെങ്കിൽ അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല, ആർക്കും അവരെ രക്ഷപ്പെടുത്താനും ആവില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അന്വേഷണം നന്നായി നടത്തൂ. അരുന്ധതിയുടെ കേസ് എൻ്റെ ചുമതലയിൽപ്പെട്ടതല്ലല്ലോ. ഈ കൊലക്കേസും ഞാൻ അന്വേഷിക്കുന്ന കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. പിന്നെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഞാനും പ്രതിയായി കുറച്ച് സമയത്തേക്ക് പോലീസ് കസ്റ്റഡിയിലായൊരു കേസല്ലേ ഇത്. കുറ്റവാളി ആരാണെന്നറിയാൻ നിങ്ങളെക്കാൾ ആഗ്രഹം എനിക്കുണ്ട്. സാർ, ആ സംഭവം ഇനിയും മനസ്സിൽ കൊണ്ടു നടക്കരുത്. ആ SIക്ക് അന്നൊരു അബദ്ധം പറ്റിയതല്ലേ. ഈ കേസിൽ എനിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് ഞാൻ ഫിറോസിനെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. കുറ്റവാളി ആരായാലും രക്ഷപ്പെടാൻ ഒരു പഴുതും നൽകരുത്. മുഖം നോക്കാതെ ആയിരിക്കണം നടപടി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. താങ്ക് യു സാർ. അപ്പേട്ടൻ ഇതെവിടെ പോയതാ? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് പോയതാ. എന്നോട് എന്താ പറയാതെ പോയത്? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ആർത്തിക്ക് വിഷമമായോ? പറയാതെ പോയതിന് വിഷമം തോന്നിയില്ല. കുറെ നേരം കാണാതിരുന്നപ്പോ ടെൻഷനായി. എന്തിനാ ടെൻഷൻ? ഞാനിങ്ങ് എത്തിയില്ലേ. ഇവിടെ ഇരുന്നാ പോരെ, എന്തിനാ പുറത്തിറങ്ങി പോകുന്നത്? ആരെങ്കിലും കളിയാക്കിയിട്ട് അവരോട് വഴക്കൂടാനാണോ? ആണുങ്ങളാവുമ്പോ പുറത്തേക്കൊക്കെ പോകണ്ടേ, ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ? അതിന് അപ്പേട്ടൻ ആരെ കാണാൻ പോയതാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അതിനിവിടെ അപ്പേട്ടന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എവിടുന്ന് വന്നു ഈ പുതിയ ഫ്രണ്ട്? നീ അറിയാത്ത ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. സമയമാകുമ്പോ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ആർച്ചേ, ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കോ? അപ്പേട്ടൻ പറയുന്നത് അനുസരിക്കാനല്ലേ ഞാൻ അപ്പേട്ടന്റെ ഭാര്യയായത്. എന്താണെന്ന് പറ. നമുക്കേ മണിമംഗലത്തേക്ക് ഒന്നുകൂടി പോയാലോ? അതെന്തിനാ ഇപ്പൊ അവിടെ പോകുന്നത്? എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമാ. അവിടെ താമസിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നമുക്ക് അവിടെ പോയി താമസിക്കാം. അപ്പേട്ട, എനിക്ക് അപ്പേട്ടനെയും കൊണ്ട് എന്റെ വീട്ടിൽ പോയി താമസിക്കാൻ വലിയ ഇഷ്ടമാ. പക്ഷേ ഇപ്പൊ ആ ഇഷ്ടമൊക്കെ പോയി. അതെന്താ? എനിക്കെന്നും ദുഃഖങ്ങൾ മാത്രം സമ്മാനിച്ച വീടല്ലേ അത്. പിന്നെ
അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വിഷമത്തില്ല. അവിടെ പോയി അവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല, എനിക്ക് സങ്കടം കൂടും. അതുകൊണ്ട് നമുക്കിപ്പോൾ മണിമംഗലത്തേക്ക് പോകണ്ട. ആ മണിമംഗലത്തേക്ക് പോകാൻ ആർച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ തനിച്ച് അവിടെ പോയി താമസിച്ചോട്ടെ. അപ്പുവേട്ടൻ തനിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ അന്വേഷിക്കില്ലേ? ഞാനില്ലാതെ അപ്പുവേട്ടൻ മാത്രം ചെല്ലുമ്പോൾ അവർക്കെല്ലാം വലിയ വിഷമമായിരിക്കും. അതെ, അവരുടെ വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മാറ്റിക്കോളാം. പോകാൻ ആർച്ചി ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. അവിടെ പോയിട്ട് അപ്പുവേട്ടൻ എന്താ ഇത്ര അത്യാവശ്യം? അത് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് ആ വീട്ടിലെ അന്തരീക്ഷവും ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെയാണെങ്കിൽ ആർച്ചിക്ക് എന്നോട് സ്നേഹമല്ല, സഹതാപമാ. പിന്നെ മൃദുലയ്ക്കും രാഗിണിക്കും പരിഹാസമാ. എന്നെ പ്രസവിച്ച അമ്മയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. ഇതെന്റെ വീടാണെങ്കിലും എനിക്ക് ഈ വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സന്തോഷവും കിട്ടിയത് മണിമംഗലത്ത് ചെന്നപ്പോഴാ. കുറച്ച് സമയമല്ലേ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് വീണ്ടും ആ സ്നേഹവും സന്തോഷമൊക്കെ കിട്ടണം ആർച്ചേ. അപ്പുവേട്ടന് സ്നേഹവും സന്തോഷവും പകർന്നു കിട്ടിയ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് ദുഃഖം മാത്രമാണ്. അപ്പുവേട്ടൻ അവിടെ വന്ന് സന്തോഷിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കണമെന്നാണോ അപ്പുവേട്ടൻ ആഗ്രഹിക്കുന്നത്? അല്ലല്ല, എന്നല്ല, നീ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ആ വീട്ടിൽ പോണെന്ന് പറഞ്ഞത്. ഞാൻ സന്തോഷിക്കുമ്പോ നീ ദുഃഖിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ സന്തോഷമല്ലേ നിന്റെ സന്തോഷം, അതോ എന്റെ സന്തോഷവും നിന്റെ ദുഃഖമാണോ? അപ്പുവേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞു പോവാം. പറ്റില്ല പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോണം. എനിക്ക് വേണ്ടി ആർച്ച സമ്മതിക്കില്ലേ? പ്ലീസ് സമ്മതിക്കുക ആർച്ചേ, നമുക്ക് മണിമംഗലത്തേക്ക് പോവാം. പ്ലീസ് പ്ലീസ്. ശരി, അപ്പുവേട്ടന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. നമുക്ക് പോകാം. ടാറ്റാ. നിങ്ങൾ വരുന്ന വിവരം പറയാതിരുന്നെന്താ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വരണമെന്ന് അപ്പുവേട്ടന് നിർബന്ധം. ഒരിടത്ത് പോകണം തോന്നിയാ അവിടെ പോയാലേ അപ്പുവേട്ടന് സമാധാനാവും. ആർച്ച വന്നില്ലെങ്കിൽ ഞാൻ തനിച്ചു വരാനിരുന്നതാ. അല്ല, വക്കീലളിതെന്തേ? മാധവേട്ടൻ പുറത്തുപോയി, എപ്പോ വരുമെന്ന് അറിയില്ല. അത് നന്നായി. അതെന്താ അപ്പോട്ടൻ അങ്ങനെ പറഞ്ഞത്? അളിയനുണ്ടെങ്കിലേ അന്നത്തെ പേരിൽ കേസ് കെട്ടുകൾ എനിക്കെടുത്ത് തന്നാലോ? അന്ന് അബദ്ധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇനി എന്തെങ്കിലും കേസ് കെട്ടുകൾ തന്നാ ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. പേടിക്കണ്ട, സാധാരണ പെരുമാറുന്ന പോലെ പെരുമാറിയാൽ മതി. ആഹാ, ഇത് നല്ല വാർത്തയാണല്ലോ ആർച്ചി. എന്റെ കേസിന്റെ വാർത്തയാ ഇത്. അരുന്ധതിയുടെ മരണം അന്വേഷണം തടസ്സപ്പെടുന്നു. കൊല്ലപ്പെട്ട പ്രവാസി ബിസിനസ്സുകാരിയായ അരുന്ധതിയുടെ മരണത്തിലെ ദുരൂഹതകൾ മാറ്റാൻ കഴിയാതെ പോലീസ് വിഷമിക്കുന്നു. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും സ്വതന്ത്രമായി വിഹരിക്കുന്നു. എന്താ അപ്പേട്ട ഇത്? അപ്പേട്ടൻ ഈ ന്യൂസ് അല്ലാതെ വേറെ ഒന്നും വായിക്കാനില്ലേ? എന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോയ കേസല്ലേ ഇത്, അതുകൊണ്ട് വായിച്ചതാ.